ആക്ഷൻ സീൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ഒരു പടമാണ്. അത് പൈസ വസൂൽ ഒരു രക്ഷയില്ല. ജോൺ വിക്ക് ഫ്രാഞ്ചൈസിന് പറ്റിയ ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രെയിലറിലെ ഒരു ഫയർ സീക്വൻസ് ഉണ്ടല്ലോ, അത് വെച്ച് അതൊരു മുഴുനീളം സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് പീസസും അതിൻ്റെ ആക്ഷനും എല്ലാം അടിപൊളിയാണ്. ജോൺ വിക്ക് ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. പൈസ വസൂൽ ഒരു രക്ഷയില്ല. ഒരു ആക്ഷൻ പാക്ക് തന്നെയാണോ ആ ട്രെയിലർ കാണുമ്പോൾ? ലൈക്ക് ടോട്ടലി എക്സ്പെക്ട് പോയി കണ്ടോ. എന്താ പറയുക എടുത്തു പറയാനായിട്ട്? ഇല്ല, നല്ല മേക്കിംഗ് ആണ്. കൊള്ളാം, നല്ല പടമാണ്. ആക്ഷൻ സീൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ഒരു പടമാണ്. അതുകൊണ്ട് കണ്ടേക്കാം. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ടേക്കാം. വിഷ്വൽസ് എല്ലാം നൈസ് തന്നെ. എങ്ങനെയാണോ നമ്മൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിൽ ആ ഫ്രെയിംസ് എല്ലാം ഉള്ളത്, അതേപോലെ തന്നെ ഇതിലുള്ള ബാക്കി ഫ്രാഞ്ചൈസി ജോൺ വിക്സിൽ പടം വെച്ച് അതിൽ വെച്ച് പടം കമ്പയർ ചെയ്യുമ്പോൾ ഇതിലങ്ങനെ സ്റ്റോറി അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ എന്തുവാ ആക്ഷൻ സീൻസ് ഇതിൽ ടോപ്പ് നോച്ചാണ്. അടുത്ത സീക്വലിന് പ്രതീക്ഷിക്കാമോ? സീക്വൽ അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അത് വെച്ച് കുഴപ്പമില്ല, കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. പറയാനായിട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൊള്ളാം. ആക്ഷൻ തന്നെയാണോ മെയിനായിട്ട്? ആക്ഷൻ തന്നെയാണ്. നല്ല പടമാണ്. എല്ലാവർക്കും മസ്റ്റ് വാച്ച് എന്ന ജോൺ വിക്ക് ഫ്രാഞ്ചൈസിന് പറ്റിയ ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാം. ആക്ഷൻ സീക്വൻസ് പാക്ഡ് ആണ് മൊത്തം. ആൻഡ് ആക്ട്രസ് എന്ന നിലയിൽ ആന ഡി ആർമാസ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ആൻഡ് കാമിയോ റോളും ഉണ്ട്, ആസ് യു നോ. നല്ല പടമാണ്. അടുത്തൊരു സീക്വലിന് പ്രതീക്ഷിക്കാമോ ഇത് കണ്ടിട്ട്? ഇതിൻ്റെ സീക്വൽ ഉണ്ടാവും. ആൻഡ് വേറൊരു ഹിൻറ്റും കൂടെ തരുന്നുണ്ട് ഈ പടത്തിൽ. ആൻഡ് അത് ഞാൻ പറയുന്നില്ല. നന്നായിട്ട് നല്ല വൈൽഡ് പടമാണ്. ജോൺ വിക്ക് ഒരു എന്താ പറയാനാണ്, ഒരു പ്രിസൈസ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ല വൈൽഡായിട്ട് നല്ല എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഈ രണ്ടും ഒരേപോലെ ഉണ്ട്. ജോൺ വിക്ക് ഒരു ഹിഡൻ അണ്ടർഗ്രൗണ്ട് സൊസൈറ്റി പോലെയാണെങ്കിൽ ഇതൊരു വില്ലേജ് തന്നെയുണ്ട്, ഒരു ഹിഡൻ ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അന്ന ഡി ആർമാസ് നല്ല ആക്ഷനാണ്. ഇത് കൊറിയോഗ്രാഫിയും സെറ്റ് പീസസ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ ട്രെയിലറിലെ ഒരു ഫയർ സീക്വൻസ് ഉണ്ടല്ലോ, അത് വെച്ച് അതൊരു മുഴുനീളം സീക്വൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് പീസസും അതിൻ്റെ ആക്ഷനും എല്ലാം അടിപൊളിയാണ്. അന്ന ഡി ആർമാസ് വന്ന പാത്ത് ഇൻഡസ്ട്രി വരുന്ന സമയത്ത് ആദ്യം ലാംഗ്വേജ് പ്രശ്നം പോലെ കൊണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ആക്ഷൻ ആക്ട്രസാണ്. അടുത്തൊരു സീക്വൽ പ്രതീക്ഷിക്കാം. സീക്വൽ ഉണ്ടാവും. കാരണം ഇതിൽ കുറച്ച് അൺടോൾഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യും. കാരണം എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും കാണും. സീക്വൽ അല്ലെങ്കിൽ സ്പിൻ ഓഫ് വേറെ എന്തെങ്കിലും മിക്സ് ആയിട്ടുള്ള ക്യാരക്ടറൈസ് ആയിട്ടൊക്കെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. നല്ല സിനിമയായിരുന്നു. വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ജസ്റ്റ് ഞാൻ ഫ്രണ്ട്സോട്ട് വന്നേ, അപ്പം എനിക്ക് വൈബായിരുന്നു, കുഴപ്പമില്ല.